സുരക്ഷാ പദ്ധതിക്ക് സർക്കാർ പണം നൽകുന്നില്ല എന്ന പരാതിയുമായി CPM 1000 രൂപ വീതം നൽകുന്ന പദ്ധതിക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുക നൽകിയില്ല. LDF സർക്കാരിന്റെ അവസാന കാലത്ത് പ്രഖ്യാപിച്ചതാണ് പദ്ധതി. ഫെബ്രുവരിയിൽ ആരംഭിച്ച പദ്ധതി പ്രകാരം നിലവിൽ മാർച്ച് മാസം മാത്രമാണ് തുക നൽകിയത്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കാണ് പണം നൽകിയിരുന്നത്. പദ്ധതി നിർത്തിയത് സ്ത്രീകളോടുള്ള ചതിയാണ് എന്ന് PK ശ്രീമതി പറഞ്ഞു. കേൾക്കാം. കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ പെൻഷൻ, ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ നമ്മുടെ പുതുതായിട്ട് വന്ന UDFന്റെ സർക്കാർ കൊടുക്കുന്നില്ല. ഇത് വലിയ ചതിയാണ്. ഇപ്പോൾ 30 ലക്ഷത്തോളം ആളുകൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഏകദേശം 3720 കോടി രൂപ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ അന്നത്തെ ഗവൺമെന്റിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ കൊടുക്കേണ്ടതിൽ നിന്ന് കൊടുക്കാതെ അത് അവസാനിപ്പിച്ച് 3672 കോടി രൂപയിൽ നിന്ന് ഈ ഒരു 800 കോടി രൂപ ഇങ്ങോട്ടെടുത്ത് KSRTCക്ക് കൊടുക്കാനാണോ ആലോചിക്കുന്നത്? റഹീസ് റഷീദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. റഹീസ്, 2026 ഫെബ്രുവരി 11 ഉദ്ഘാടനം ചെയ്ത പദ്ധതിയിൽ 105 കോടി രൂപ അർഹതപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തി. പിന്നീട് അത് മാർച്ച് മാസം ലഭിച്ചതിന് ശേഷം പിന്നീട് ഉണ്ടായിരുന്നില്ല. അപേക്ഷ വർദ്ധിച്ചു. അതിൽ അർഹതപ്പെട്ട 16.4 ലക്ഷം പേർക്കാണ് പണം കിട്ടിയത്. പിന്നീട് ധനവകുപ്പ് അത് പിടിച്ചുവെച്ചു. ധനവകുപ്പ് മുഖ്യമന്ത്രിയുടേത് കൂടിയാണ്. അതിലൊരു കടുംവെട്ടുണ്ടായി എന്നുള്ളതാണ് CPMന്റെ ആരോപണം. മധു, CPM ആരോപിക്കുന്നതനുസരിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ പണം കൊടുക്കാനുള്ളത്. അതായത് ഫെബ്രുവരിയിൽ പദ്ധതി തുടങ്ങുന്നു, മാർച്ച് മാസം പദ്ധതിയുടെ പൈസ കൊടുക്കുന്നു, അടുത്ത മാസങ്ങളിൽ പൈസ കൊടുത്തിട്ടില്ല. നമുക്കറിയാം, ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPMന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന നിലയിൽ കൊണ്ടുവന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ LDFന് അനുകൂലമായ ഒരു വികാരം ഉണ്ടാകുക എന്ന നീക്കത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ ഇപ്പോൾ CPM ഉന്നയിക്കുന്ന ആരോപണം 2 മാസത്തെ പൈസ കൊടുത്തിട്ടില്ല എന്നതാണ്. പക്ഷേ ഈ നമ്മൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായി ഈ വിഷയം സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കാലയളവ് എന്ന് പറയുന്നത് മെയ് മാസമാണ്. ഏപ്രിൽ മാസത്തെ പൈസ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏപ്രിൽ 4-ലാണ് സർക്കാർ ടെക്നിക്കലി അധികാരത്തിൽ നിന്ന് പോകുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്ന ദിവസം വരെ ആ സർക്കാരാണ്. ആ സർക്കാരിന് ഏപ്രിൽ മാസത്തെ പൈസ കൊടുക്കാമായിരുന്നു. പക്ഷേ ആ ബാധ്യത അടുത്ത സർക്കാരിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് പോവുകയാണ് എന്നതാണ് ധനകാര്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന മറുപടി. എന്തായാലും ഈ പണം കൊടുത്തില്ല, കഴിഞ്ഞ 2 മാസത്തെ പണം കൊടുത്തില്ല എന്നത് സത്യമാണ്. അത് രാഷ്ട്രീയമായ ആയുധമാക്കുകയാണ് CPIM-ഉം. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര നൽകിയതിന്റെ പേരിൽ സർക്കാർ ഈ പദ്ധതി ഒഴിവാക്കുകയാണോ എന്നൊരു ചോദ്യം ഉണ്ടാവുകയാണ്. ബജറ്റിൽ 400 കോടി രൂപ ഈ പദ്ധതിക്കായി മുൻ സർക്കാർ മാറ്റിവെച്ചിരുന്നു എന്നും CPM അവകാശപ്പെടുന്നു. മധു, പദ്ധതി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഇതുവരെ അങ്ങനെ ഒരു തീരുമാനമോ നീക്കമോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു വിശദീകരണം നമ്മൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതെങ്കിലും തരത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റീതിങ്കിങ് ഉണ്ടെങ്കിൽ 19-ാം തീയതി അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ ഈ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കവുമില്ല. ഇതിൽ ഒരുപക്ഷെ ചില മോഡിഫിക്കേഷനുകൾ വരാനുള്ള സാധ്യത ധനകാര്യ വകുപ്പ് പറയുന്നുണ്ട്. അതല്ലാതെ പൂർണ്ണമായും ആ പദ്ധതി അവസാനിപ്പിക്കുക എന്ന നീക്കം ഇല്ല എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. രാഹിസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുക നൽകിയില്ല. സ്ത്രീകൾക്ക് സർക്കാർ അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് അടുത്ത സർക്കാരിന്റെ തലയിൽ വെച്ചിട്ട് പോവുകയാണെന്ന ആക്ഷേപം UDF ഉന്നയിച്ചതാണ്. കഴിഞ്ഞ 2 മാസമായ പണം കിട്ടിയിട്ടില്ല. അതിൽ നിന്ന് കടുംവെട്ട് നടത്തുകയാണ് പുതിയ സർക്കാർ എന്നുള്ള ആരോപണമാണ് CPM മുന്നോട്ട് വെക്കുന്നത്.